ഇന്ന് ജാനുവരി 6 ഈ പുതിയ വർഷത്തിൽ ഇന്നേ ദിവസം കർത്താവ് നമുക്ക് തരുന്ന വചനം അനുഗ്രഹിക്കപ്പെട്ടൊരു വചനമാണ്. അതുകൊണ്ട് തന്നെ ഈ ശുശ്രൂഷയിൽ അവസാനം വരെ നിങ്ങൾ പങ്കെടുക്കണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. മാത്രമല്ല, ഈ ശുശ്രൂഷ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും പരിചയമുള്ള എല്ലാവരിലേക്കും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. സ്റ്റാറ്റസ് ആക്കാനും മറക്കരുത്. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ബ്രദർ പറയുകയാണ്. ഈ വരുന്ന ജനുവരി 30 മുതൽ 3 ദിവസം താമസിച്ചുള്ള ശക്തീകരണ ധ്യാനം നടക്കുകയാണ്. കോട്ടയം ക്രിസ്ത്യൻ ധ്യാനകേന്ദ്രത്തിൽ വെച്ചാണ് നടക്കുന്നത്. ആഗ്രഹിക്കുന്ന മക്കൾ താഴെ കാണുന്ന നമ്പർ വിളിച്ച് ഉടനെ തന്നെ ബുക്ക് ചെയ്യണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. ഈ പുതുവർഷത്തിൽ പുതിയ ശക്തി സ്വീകരിക്കാൻ, ദൈവത്തിൽ നിന്ന് പുതിയ കൃപകളും പുതിയ അഭിഷേകങ്ങളും സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നവരെ പ്രത്യേക സ്വാഗതം ചെയ്യുന്ന ഈ ധ്യാനം നിങ്ങൾക്കൊരു അനുഗ്രഹമായിരിക്കും, യാതൊരു സംശയമില്ല. ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. കർത്താവ് ഇന്ന് നമുക്ക് തരുന്ന അത്ഭുതത്തിൻ്റെ വചനം എന്ന് പറയുന്നത്, ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു പുതിയ ഹൃദയം നൽകും, ഒരു പുതു ചൈതന്യം ഞാൻ നിങ്ങളിൽ നിക്ഷേപിക്കും, നിങ്ങളുടെ ശിലാഹൃദയം എടുത്തു മാറ്റി ഒരു മാംസള ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകി. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 36 പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹൃദയത്തിൻ്റെ അവസ്ഥ എന്താണ്? നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. നിങ്ങളുടെ ഹൃദയം എങ്ങനെയുള്ള ഹൃദയമാണ്? നല്ല ഹൃദയമുള്ളവരാണെങ്കിൽ നിങ്ങളൊന്ന് താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. കാരണം എന്താ, ഈ ഹൃദയത്തിൽ നിന്നാണ് എല്ലാ ദുഷിപ്പും, എല്ലാ ദുഷ്ടചിന്തകളും, എല്ലാ വിധത്തിലുള്ള പരസംഗം അല്ലേ, പരദൂഷണം, ഇങ്ങനെയുള്ള സകല കാര്യങ്ങളും വരുന്നത് എവിടെ നിന്നാണ്? ഹൃദയത്തിൽ നിന്ന്. അതുകൊണ്ടാണ് വചനം പറയുന്നത്, ഹൃദയത്തിൻ്റെ നിറവിൽ നിന്നാണല്ലോ അതരം സംസാരിക്കുന്നത് അല്ലേ. അപ്പം നല്ല ഹൃദയമാണെങ്കിൽ നല്ലത് പുറത്തു വരും, മോശ ഹൃദയമാണെങ്കിലോ മോശമേ പുറത്തു വരുള്ളൂ അല്ലേ. നമുക്കറിയാം, കാറ്റിനൊരു പ്രത്യേകതയുണ്ട്. നല്ല ഒരു ചന്ദന കാടിൻ്റെ ഇടയിലൂടെയാണ് ആ കാറ്റ് വരുന്നതെങ്കിൽ ആ കാറ്റിന് ചന്ദനത്തിൻ്റെ സുഗന്ധമായിരിക്കും. എന്നാൽ മാലിന്യങ്ങൾ നിറഞ്ഞ ഒരു കൂമ്പാരത്തിനിടയിലൂടെയാണ് ഈ കാറ്റ് വരുന്നതെങ്കിൽ ആ കാറ്റിന് ദുർഗന്ധമായിരിക്കും. അത് കാറ്റിൻ്റെ കുഴപ്പമല്ല, കാറ്റ് വന്ന വഴിയുടെ കുഴപ്പമാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഹൃദയം നല്ലതാണെങ്കിൽ നമ്മുടെ പ്രവൃത്തിയും നല്ലതായിരിക്കും. അതുകൊണ്ട് കർത്താവ് ഈ ഹൃദയം റീപ്ലാന്റേഷൻ ചെയ്യണം. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ പുതിയ ഹൃദയം വെക്കുന്ന ഒരു കാലഘട്ടമല്ലേ റീപ്ലാന്റേഷൻ. ഈ വചനത്തിൽ അതാ പറയുന്നത്. മാത്രമല്ല, നിങ്ങളുടെ മാംസള ഹൃദയം, നിങ്ങൾക്ക് ശിലാഹൃദയം എടുത്തൊരു മാംസള ഹൃദയം നൽകുക. അഹങ്കാരത്തിൻ്റെ, വെറുപ്പിൻ്റെ, അസൂയയുടെ ഹൃദയം മാറ്റി എല്ലാവരെ സഹായിക്കാൻ, സ്നേഹിക്കാൻ, മനസ്സിലാക്കാനുള്ള ഒരു ഹൃദയം നൽകി കർത്താവ് അനുഗ്രഹിക്കും. അതാണ് ഈ വചനം പറയുന്നത്. ഒരു പുതു ചൈതന്യം, ഒരു പുതിയ ഹൃദയം നിങ്ങളിൽ ഞാൻ നിക്ഷേപിക്കും. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 36 നമ്മുടെ എല്ലാവരുടെയും ജീവിതങ്ങൾ അനുഗ്രഹപ്രദമായി മാറട്ടെ, അഭിഷേകമായി മാറട്ടെ. കർത്താവ് എല്ലാവരും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.